ഏകദേശം 4ഓളം സ്റ്റേറ്റുകളിൽ പ്രധാനപ്പെട്ട പോണ്ടിച്ചേരിയുണ്ട്. അതായത് ഉപതെരഞ്ഞെടുപ്പ്, അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. അതായത് ഇന്നാണ് ലാസ്റ്റ് ഫേസ് ഇലക്ഷൻ ബംഗാളിൽ നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഏകദേശം 7-8 പരം മീഡിയയുമായി ബന്ധപ്പെട്ട പല ഏജൻസികളാണ് ഈ ഫലങ്ങൾ പുറത്തുവിട്ടത്. ഓക്കെ, നമുക്കതിനകത്ത് ഒരു 60-70% വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാം. കാരണം എക്സിറ്റ് പോള് ഒരേപോലെ പറയുന്നു, കേരളത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ നിന്നും പുറത്തോട്ട് പോകും. അത് നമുക്ക് വിശ്വസിക്കാം, കാരണം അതിൻ്റെ അകത്ത് വേറെ തർക്കമൊന്നുമില്ല. അപ്പം അതിനകത്ത് ഏറ്റവും ക്രൂഷ്യലായിട്ട് പറയുന്നത് തൂക്ക് മന്ത്രിസഭയൊന്നുമല്ല പറയുന്നത്. ആക്സിസ് പോൾ, അതായത് ആക്സിസ്, അവർ പറയുന്നത് ഏകദേശം UDF 90 സീറ്റുകൾ നേടി, അതിന് മുകളിൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരും. അതിനെ നമ്മൾക്ക് ഏകദേശം ഒരു 90% വിശ്വസിക്കാൻ സാധിക്കും. ഒരൊറ്റ ഏജൻസികളും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്ന് പറയുന്നില്ല. ഒരു ഏജൻസികളും BJP കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയുന്നില്ല. ഇനി ബംഗാളുമായി ബന്ധപ്പെട്ട് ഈ പല ഏജൻസികളും നേരത്തെ പ്രഡിക്റ്റ് ചെയ്തു. കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPക്ക് 300-ൽ മുകളിൽ സീറ്റ് കിട്ടുമെന്ന് പല ഏജൻസികളും, ഒരുപ്പെട്ട എല്ലാ ഏജൻസികളും പ്രഡിക്റ്റ് ചെയ്തു. അത് കള്ളത്തരമായിരുന്നു. BJPക്ക് ഒറ്റയ്ക്ക് 240 കിട്ടിയുള്ളൂ. ബംഗാളിൽ വലിയ നേട്ടം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, ഉണ്ടായില്ല. വലിയ രീതിയിലാണ് BJP കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ബംഗാളിൽ തോറ്റത്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും സ്റ്റാലിനെതിരെ പറഞ്ഞു. പക്ഷേ സ്റ്റാലിന് അനുകൂലമായിട്ടാണ് അധികം ഏജൻസികൾ ആരും തന്നെ പറഞ്ഞില്ല. പക്ഷേ DMK ആണ് അധികാരത്തിൽ വന്നത്. അപ്പം നമുക്ക് ഇനി കേരളത്തിൻ്റെ കാര്യത്തിലോട്ട് വരാം. അതായത് അവർ കൃത്യമായിട്ട് പല ഏജൻസികളും പറയുന്നുണ്ട് BJPക്ക് ഈ പറയുന്ന 3-4 സീറ്റേ കിട്ടത്തുള്ളൂ. അതിൻ്റെ അകത്ത് ഒരു സീറ്റ് അവർ പറയുന്നത് എറണാകുളം ജില്ലയിൽ ഒരു സീറ്റ് കിട്ടും. ഇപ്പം എറണാകുളം ജില്ലയിലെ സീറ്റാണ് പോസിബിളി അവരുടെ സർവേക്കകത്ത് കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന തൃപ്പൂണിത്തുറയായിരിക്കും. അല്ലാതെ വേറെ സീറ്റുകളൊന്നും എറണാകുളത്ത് അവർക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ബാക്കി ഒന്ന് പറയുന്നത് കഴക്കൂട്ടോ, ഒന്ന് നേമവും, പിന്നെ അല്ലെങ്കിൽ ചില 0 to 3, ചില അവർ തന്നെ പറയും ചിലപ്പോൾ ഒരു സീറ്റും കിട്ടത്തില്ല. ഇപ്പോൾ ചിലപ്പോൾ 3 സീറ്റ് കിട്ടും. പക്ഷേ ചിലർ പറയുന്ന 4 സീറ്റ് കിട്ടും, ചിലർ 7 സീറ്റ് കിട്ടും എന്ന് പറയാം. ഒരു കാര്യം പറയാം, എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞു. അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഏകദേശം 19.5 ആയിരുന്നുവെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ അത് 14.2 മാറി. അവിടുന്ന് പല ഏജൻസികളും പറയുന്നത് അത് 10-നും, അതായത് ചിലപ്പോഴത് 9-നും ഒക്കെ താഴെ പോകും. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ഷൻ, ഈ വോട്ടിംഗ് ഷെയർ ഭയങ്കരമായിട്ട് കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് ഷെയർ കുറയും. ഇതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ, അതായത് നിഷ്പക്ഷമായിട്ട് പല ആൾക്കാരും ക്രിസ്ത്യൻസ് BJPക്ക് വോട്ട് ചെയ്തവരുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ. ആ വോട്ടുകൾ UDFന് ഫേവറായിട്ട് പോകുന്നു. ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഏതായാലും കേരളത്തിലെ മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യത്തില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPക്ക് വോട്ട് ചെയ്ത ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവർ, അവരും വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 10%, 8% ഈ വോട്ടിലോട്ട്, അതായത് പഴയ RSS മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് കിട്ടായിരുന്ന 7%, 6% വോട്ട് ആ രീതിയിലോട്ട് BJPക്ക് വരുന്നതിൻ്റെ കാര്യം അതാണ്. മറ്റു പലരൊക്കെ എന്താ പറഞ്ഞത്, 17 സീറ്റ്, 20 സീറ്റ്. ഏതായാലും ഒരു ഏജൻസികളും പറയുന്നില്ല BJPക്ക് 10 സീറ്റ് കിട്ടും. ഒരു ഏജൻസികളും പറയുന്നില്ല BJPക്ക് 15 സീറ്റ് കിട്ടും. അത് കൃത്യമാണ്. എവിടെ നിന്നിട്ട് കിട്ടാനാ, എവിടെ നിന്നിട്ട് ജയിക്കും? ഇതാണ് നിങ്ങൾ ഈ പറയുന്ന പോലെയല്ലേ ഇലക്ഷന് ജനങ്ങൾ വോട്ട് ചെയ്യണം. അതിന് പല ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളുമായിട്ട് മൾട്ടിപ്പിളായിട്ട് പല വെർട്ടിക്കൽസ് വെച്ച് അതിനെ വെച്ചിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ മോദിയെ കണ്ടിട്ടൊന്നുമല്ല വോട്ട് ചെയ്യുന്നത്. കേരളത്തിലെ ഭരണമാറ്റം, അതായത് വേവ് അടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പല വീഡിയോയിലും പറയുമ്പോഴും ആ വേവിനകത്ത് ഞാൻ ഇന്നും കൃത്യമായിട്ട് വിശ്വസിക്കുന്നു
BJPയുടെ വോട്ട് ഷെയർ കൂടും. ആ വേവിനകത്ത് ഒറ്റ ഒരാളും ജയിക്കത്തില്ല. ഈ പറയുന്ന 90 സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെയും വിശ്വസിക്കും. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഈ 90 സീറ്റ് UDFന് കിട്ടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുക. പിന്നെ BJPക്ക് എങ്ങനെ 3-4 സീറ്റ് കിട്ടുന്നത്? എവിടെയായി ജയിക്കാൻ പോകുന്നത്? അപ്പം ഇതൊക്കെ ഈ അപ്രസക്തമായ ചോദ്യങ്ങളാണ്. അതായത് ഒരു കാര്യം പറയാം, പിണറായിയെ മാറ്റാൻ വേണ്ടിയാണ് എലക്ഷൻ നടന്നിരിക്കുന്നത്. അതാണ് ജനങ്ങൾ തീരുമാനിച്ചുറച്ചിട്ട് പിണറായി വിജയനെതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് BJP വന്ന് വീണ്ടും പിണറായി അധികാരത്തിൽ വരട്ടെ, അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ കൂടുതൽ സീറ്റ് മേടിക്കും, കോൺഗ്രസ് നശിക്കും, വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ. ഇതൊക്കെ നോൺസെൻസ് തോട്ട്സ് ആണ്. ഇതൊന്നും കേരളത്തിൽ നടക്കത്തില്ല. ഇതൊക്കെ നിങ്ങൾക്ക് മറ്റു പല സംസ്ഥാനങ്ങളും മറ്റു പലയിടത്തും നോക്കാൻ സാധിക്കും. കേരളത്തിൽ ആ ഒരു സംഭവം ഓടില്ല. കാരണം കേരളത്തിലെ വോട്ടേഴ്സ് വളരെ സെൻസിറ്റീവാണ്. അവർക്ക് എവിടെ വോട്ട് ചെയ്യണമെന്നറിയാം. അപ്പം ആ കൃത്യതയ്ക്കകത്ത് BJPയുടെ പല നേതാക്കളും പല BJP നേതാക്കളും ഈ പല ക്രിസ്ത്യൻ ഫാക്ടേഴ്സിനും 2020 ഇവരെയൊക്കെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഇവരുടെ ധാരണ ഇവർ ജനങ്ങൾ പൊട്ടന്മാരാണെന്ന്. ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ല. വോട്ട് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടറിയാം ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, എന്തിനാണ് വോട്ട് ചെയ്യുന്നത്, എന്തും മാറ്റമാണ്. അവരുടെ ഒറ്റ തീരുമാനമായിരുന്നു കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളിലും പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യുക. അതിനകത്ത് പിണറായി വിജയനും BJPയുമായിട്ടുള്ള അൺഹോളി റിലേഷൻഷിപ്പ്, അതിനെതിരെ വോട്ട് ചെയ്യുക. അതിനകത്ത് BJP തീരുമാനിക്കുന്നത് വീണ്ടും പിണറായി വിജയൻ വരട്ടെ. ഇതിനെ ഒന്ന് ഈ പറയുന്ന BJPയിലും അതിനകത്തുള്ള നിഷ്പക്ഷ ആൾക്കാരും സാധാരണ ജനങ്ങളും BJPയെ പിന്തുണയ്ക്കുന്നവരും മോദിയെ പിന്തുണയ്ക്കുന്നവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം. അതിനിടയ്ക്ക് പൂഞ്ഞാറിലെ മറ്റേ PC ജോർജ്, ഷോൺ ജോർജും പറയുന്നു അപ്പനും മക്കളും അവിടെ ഇരിക്കും, അവരേകദേശം BJP ആയിരിക്കും തീരുമാനിക്കുക അടുത്ത ആരാണ് ഭരിക്കുന്നത്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. കേരളം ഈ പറയുന്ന നോർത്ത് പോൾ സൗത്ത് പോൾ ആ രീതിയിലാണ് ഇന്നും ചിന്തിക്കുന്നത്. BJPക്ക് കാര്യമായൊരു പുല്ലും കേരളത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഈ പറയുന്ന കഴിഞ്ഞ പാർലമെന്റിൽ നിന്നും അത് കുറഞ്ഞു, പഞ്ചായത്തിൽ അതിൽ നിന്നും കുറഞ്ഞു, വീണ്ടും ഒരു 10ലോട്ട് അടുക്കുമ്പോൾ എങ്ങോട്ടാണ് ഇത് പോകുന്നത്? പിന്നെ ഈ ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്ത ഇഷ്യൂ, തിരുവിതാംകൂറിൽ വലിയ ഇഷ്യൂ ആണത്. ക്രിസ്ത്യൻസിനെ ഇടയ്ക്ക് ഒരു പ്രോ ഹിന്ദുവായിട്ട് നിന്ന് BJP ആയിട്ട് പലയിടത്തും വോട്ട് ചെയ്യുന്ന സോഫ്റ്റ് ഹിന്ദുത്വ, അതായത് ക്രിസംഗി എന്ന രീതിയിലുള്ള അവർ മുഴുവൻ ആൻറ്റി BJP ആയി. പിന്നെ എവിടെയാണ് ഈ BJP ജയിക്കുന്നത്? ഇതിനകത്ത് ഘടകങ്ങളുണ്ട്. അല്ലാതെ ചില ആൾക്കാർ ജയ് ശ്രീറാം വിളിച്ചാലൊന്നും വോട്ട് ചെയ്യത്തൊന്നുമില്ല. കേരളത്തിലെ ഹിന്ദു മഹാഭൂരിപക്ഷം അവർക്കും അറിയാം എന്താണ് BJP എന്ന്. അതുകൊണ്ട് അവരും വോട്ട് ചെയ്യത്തില്ല. മോദിയുടെ പ്രഭാവം ഇന്നും ഉണ്ട്. പക്ഷേ ഇത് മോദിയുടെ ഇലക്ഷനല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ 19% വോട്ട് വന്നത്. ഇപ്പോൾ അത് വീണ്ടും കുറഞ്ഞ് നാശമായി പോകുന്നു. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ BJPയുടെ ഒരു പരിപാടിയും കേരളത്തിൽ നടക്കത്തില്ല. സോഷ്യൽ മീഡിയ കൂടെ തള്ളും ഫേക്ക് ആൾക്കാരെ വെച്ചുള്ള സംഭവം തെറിവിളി മാത്രമേ നടക്കത്തുള്ളൂ. 15 കിട്ടും, 20 കിട്ടും, 10 കിട്ടും, കുന്തവാ കിട്ടാൻ പോകുന്നേ. ജയിക്കുവാണെങ്കിൽ തന്നെ നിയമത്ത് വളരെ തുച്ഛമായ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുന്നത്. അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം. കാരണം അവിടെയുള്ള പല ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇഷ്യൂ ഉണ്ട്. അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്യുന്നില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തവർ തന്നെ പറയുകയാണ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല. കാരണം ഇതേപോലെയുള്ള ഹിഡൻ അജണ്ടയും കള്ളത്തരവും വെച്ച് വീണ്ടും പിണറായി വരണം എന്ന് ആഗ്രഹിക്കുന്ന BJPയുടെ കേരള ഘടകത്തെ തള്ളിക്കളയുകയാണ് ഇവർ ചെയ്യുന്നത്. അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ്. അതേപോലെ തമിഴ്നാടിനെ പറ്റി പറയുന്നത് ഇതൊന്നുമല്ല എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ TVKക്ക് ശരിക്കും വോട്ട് കിട്ടും. അവിടെ വീണ്ടും സ്റ്റാലിനായിരിക്കും വരാനുള്ള പൂർണ്ണമായ സാധ്യത. അവിടെ എടപ്പാടി ഈ പറയുന്ന AIDMK സാധ്യത വളരെ കുറവാണ്. പിന്നെ ബംഗാളുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. ബംഗാളിൽ BJP 100 സീറ്റിന് മുകളിൽ കിട്ടിയാൽ, ടേക്ക് ഇറ്റ് ഫ്രം മീ, 100 സീറ്റിന് മുകളിൽ കയറണം, 100-110 സീറ്റ് കിട്ടണം, അവരധികാരത്തിൽ വരും. ഈ TMC അവർ പിളർത്തും. കാരണം അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്.
പക്ഷെ അത്രയും സീറ്റ് 100, 110, 120 സീറ്റ് ബി ജെ പിക്ക് 100 സീറ്റ് കൂടുതൽ കിട്ടുവാണെങ്കിൽ അത് വലിയ നേട്ടമാണ് ബംഗാളിലുണ്ടാകുന്നത്, ചെറിയ നേട്ടമല്ല. ആസാം ക്ലീൻ സ്വീപ്പ് എന്ന ആൾക്കാർ പറയുന്നത്, അതായത് വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ ഈ എക്സിറ്റ് പോൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ ആ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ 60, 70 അല്ലെ 90% വിശ്വസിക്കുന്നു പിണറായി വിജയൻ മാറിയിരിക്കും. ഇത് തന്നെയാണ് സത്യം. ബി ജെ പിക്ക് കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതായത് ഒന്നുമല്ലാതായി മാറുന്നു. മനസ്സിലാക്കുക, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ, കേരളത്തിലെ അസംബ്ലി ഇലക്ഷൻ്റെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്രയിടത്ത് ഭൂരിപക്ഷത്തിൽ വന്നു, എത്രയിടത്ത് വെറും തുച്ഛമായ ഭൂരിപക്ഷത്തിൽ 2ാം സ്ഥാനത്ത് പോയി. അവിടെയെല്ലാം തോറ്റു തുന്നം പാടുവാണ് ബി ജെ പി, ഒന്നുമല്ലാതായി മാറുന്നു. അവിടെയൊക്കെ UDF അവർ വീണ്ടും റീഗെയിൻ ചെയ്യുകയാണ്. മലബാറിലൊന്നും എല്ലാ ആക്സസ്, ഈ പറയുന്ന സർവേ പ്രഡിക്ഷനൊക്കെ കൃത്യമായിട്ട് പറയുന്ന മലബാറിലൊന്നും ഒരു പുല്ലും ബി ജെ പി ചെയ്യാൻ കഴിയത്തില്ല. ഈ പറയുന്ന മഞ്ചേശ്വരം വരെ തള്ളി ഊരെ കളയുകയാണ്. അതായത് സർവേ പ്രഡിക്ഷൻ്റെ അത് കേരളത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അതിൻ്റെ അകത്ത് വിശ്വാസം കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ പിണറായി മാറിയിരിക്കും. ബി ജെ പി സമ്പൂജനായിട്ട് ഒന്നോ രണ്ടോ സീറ്റും വളരെ തുച്ഛമായിട്ടേ ജയിക്കത്തുള്ളൂ. UDFൻ്റെ വേവ് അടിച്ചിരിക്കുകയാണ്, അവരധികാരത്തിൽ വരും. അതായത് പിണറായി വിജയന് ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.